അപ്പം ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് കറി വെക്കാനുള്ളത് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ്, ഞായറാഴ്ച എടുത്തതാണ്. അപ്പം സാറ് നല്ല മുഴുത്ത മത്തിയും കൊണ്ടുവന്നു, നാടൻ മത്തിയും കൊണ്ടുവന്ന്, മോത കൊണ്ടുവന്ന്. അതിന് ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കി, മത്തിക്കറി ഉണ്ടാക്കി. പെട്ടെന്ന് മത്തി വറുത്തു, 2 മത്തി വറുത്തു. നല്ല നെയ്മീൻ, നല്ല പനഞ്ഞിനുണ്ടായിരുന്നു കേട്ടോ, മുട്ടയൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു, അതും വറുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ അതിനിടയ്ക്ക് തന്നെ മോദയുണ്ടാക്കി. അപ്പോൾ ചോറും വെച്ച്, പിന്നെ തക്കാളിയും വെള്ളരിക്കായും, തക്കാളിയും കുമ്പളങ്ങയും, നല്ല മുരിങ്ങ കിട്ടി, മുരിങ്ങക്കോല്, അതും കൂടി ഇട്ട് നല്ലൊരു ചാറുകറിയും വെച്ചു. അപ്പം അതെല്ലാം വെച്ച് മേശയെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും സാറ് പെട്ടെന്ന് ബീഫ് കൊണ്ടുവന്നു. അപ്പോൾ നല്ല ബീഫ് കിട്ടിയെന്നും പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ നല്ല ബീഫ്. എനിക്ക് പെട്ടെന്ന് കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്. ഒന്ന് മാറി ഇങ്ങനെ വേഗം കുക്കിംഗ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പം അതിങ്ങനെ നിന്നു. പക്ഷേ കാലിന് ഇച്ചിരി പ്രശ്നമുണ്ട്, ഒത്തിരി നേരം നിൽക്കുമ്പോഴേക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്കങ്ങനെ ചെയ്യാനായിട്ട്. അപ്പം മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, ഉപ്പും, ഗരം മസാലയും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. 3-4 കാശ്മീരി മുളക് പൊടി, എരിവുള്ളത്, എല്ലാം മിക്സിങ് മുളക് പൊടിയും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പിന്നെ നമുക്ക് സവോളയൊക്കെ അരിയാനുള്ളത് ഇതേണ്ട, 3-4 സവോള, ഒരു 3 സവോള എടുത്തുള്ളി, 2-3 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ സാറ് നല്ല ഫ്രഷ് തേങ്ങാക്കൊത്ത് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അത് തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നമുക്ക് നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കറിയെല്ലാം ഇന്നത്തെ ഈ ഞായറാഴ്ച ദിവസം ഇന്നത്തെ പരിപാടി അതല്ല. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു, വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ അതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. സവോള അരിഞ്ഞു, പിന്നെ പച്ചമുളക്, കരിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പു, പട്ട, ഏലക്ക, കറുവപ്പട്ട, പിന്നെ അത് തന്നെയാണ് പട്ടയെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പെരുംജീരകം, ഇതെല്ലാം ഇട്ട് നമുക്കിനി ചട്ടി അടുപ്പ് വെച്ച്, ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ഇതൊക്കെ നമുക്ക് വഴറ്റിയെടുത്ത് ഒരുവിധം മൂത്ത് വരുമ്പോഴേക്കും ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പറയുന്നത്, അതുകൊണ്ട് അതുതന്നെ അത് വീഡിയോ അതനുസരിച്ചാണ് പിന്നെ വിടുന്നത്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട്, പിന്നെ ഞാൻ ഈ മസാലകളൊക്കെ ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട്, അതാകുമ്പോൾ ഇച്ചിരി മൂക്കണമല്ലോ, ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത്. പിന്നെ തേങ്ങാക്കൊത്തിട്ട് വഴറ്റി, പിന്നെ ഇത് സവോള ഇട്ടു വഴറ്റി, എല്ലാം ഒന്ന് വാടി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് വാടാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് ഒരുവിധം ഒരു ഇച്ചിരി മൂത്ത് നന്നായിട്ടൊന്ന് വാടി വെന്ത പോലെ ആയി വരുമ്പോഴേക്കും ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ച് വേവിച്ച് നമുക്ക് ഒരു 6 വിസിലടിച്ചിട്ടും ബീഫ് വെന്തില്ല കേട്ടോ. ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കി, അപ്പം നല്ല വെള്ളമായി, ബീഫ് വെന്തിട്ടുമില്ല. അപ്പം പിന്നെ പിന്നെ 3 കൂടെ ഒന്നും കൂടെ അടിച്ചു. നമ്മൾ നാട്ടിൽ നിന്ന് നുറുക്കുന്ന പോലെയല്ല, ഇവിടെയൊക്കെ നന്നായിട്ട് അപ്പടി ചെറുതായിട്ട് അങ്ങ് നുറുക്കി തന്നേക്കുന്നത്. അപ്പം വെന്ത് പോകുന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കി. അപ്പോൾ 2 പ്രാവശ്യം കുക്കർ തുറന്ന് നോക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ അടിച്ചു. അപ്പോൾ 9 വിസിൽ ആയപ്പോഴേക്കും ഏകദേശം ഇതായി. പിന്നെ ഒന്നും കൂടെ അടിച്ചു. പിന്നെ ആ വെള്ളം അടിച്ചില്ല, ഒന്നും കൂടെ അത് വെള്ളമൊക്കെ പറ്റാൻ വേണ്ടി. അപ്പോൾ ഇറച്ചിക്ക് മേളിൽ വെള്ളമായി. അത് നന്നായിട്ടൊന്ന് ഒരു തുള്ളി വെള്ളം പോലും വെച്ചില്ലെന്നുള്ളതാണ്. ആ ചട്ടി കഴുകിയ അരപ്പ് മാത്രം ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ല. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് പറ്റിച്ച് എടുത്ത് നന്നായിട്ട് വെന്തതേ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു പാത്രം ഫ്രീസറിൽ വെക്കും, ഒരു പാത്രം ചെറിയ പാത്രത്തിൽ നമുക്ക് ഇന്ന് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് കൂട്ടാം. അതിനിടയ്ക്ക് ഞാൻ ചോറിനാൻ പോയി, സാറൊക്കെ ചോറിനിട്ട് പോയി, എല്ലാം റെഡിയാക്കി മേശ വെച്ചു. അപ്പം ഞാൻ ചോറിനാൻ പോവാം. അപ്പം മത്തിക്കറി